നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സഞ്ജു, ഗോവിന്ദ് നിന്നോട് കല്യാണ നിശ്ചയത്തിന്റെ കാര്യം എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? ഇനി ഗോവിന്ദിന്റെ ഐഡിയ എന്താണെന്ന് അറിയില്ലല്ലോ. ഇല്ലമ്മേ, ഗോവിന്ദ് ആ കാര്യമൊന്നും പറഞ്ഞില്ല. ഗോവിന്ദിന് മാത്രം ഒരു തീരുമാനം പറയാൻ പറ്റില്ലല്ലോ. വീട്ടുകാരുമായി ആലോചിക്കണ്ടേ? ഗോവിന്ദ് അവരുമായി ആലോചിക്കട്ടെ. പക്ഷേ പെൺകുട്ടി നമ്മുടേതാ. അപ്പൊ നമ്മളാ അവരോട് അങ്ങോട്ട് ആലോചിക്കണ്ടേ? അച്ഛൻ പറഞ്ഞത് ശരിയാ. നമ്മള് ഗോവിന്ദിന്റെ അച്ഛനെയും അമ്മയും വിളിച്ച് ഇക്കാര്യത്തെ പറ്റി സംസാരിക്കണം. അന്നെന്തായാലും വിവാഹ നിശ്ചയം മുടങ്ങി. അങ്ങനെ ഒരു ചടങ്ങ് വേണ്ടെന്നാ എന്റെ അഭിപ്രായം. ശരിയാ, നേരെ വിവാഹത്തിലേക്ക് പോകുന്നതാ നല്ലത്. ഇനി അത് അധികം വൈകിക്കേണ്ടെന്ന എന്റെ ഒരു അഭിപ്രായം. എന്തായാലും എന്റെ മോൻ ഗോവിന്ദിനെ വിളിച്ച് ഇക്കാര്യത്തെ പറ്റി ഒന്ന് സംസാരിക്കേ. അവന്റെ തീരുമാനം എന്താന്നും കൂടി ഒന്ന് അറിയണ്ടേ? ഞാൻ ഗോവിന്ദിനോട് സംസാരിക്കാമേ. ഗോവിന്ദ് നാളെ ഡിസ്ചാർജ് ആയി വരട്ടെ. എന്തായാലും ഗോവിന്ദിന്റെ വീട്ടുകാരുമായി ആലോചിച്ച് ഏറ്റവും അടുത്ത ദിവസം ഒരു മുഹൂർത്തം കുറിക്കണം. വിവാഹം ഇനി ഒട്ടും വൈകിക്കണ്ട. അച്ഛൻ പറഞ്ഞത് അതിന്റെ ശരി. ഹോസ്പിറ്റലിൽ നിന്ന് ഗോവിന്ദ് ഡിസ്ചാർജ് ആയ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ലച്ചുവിന്റെയും ഗോവിന്ദിന്റെയും വിവാഹം നടത്തണം. അപ്പോ അങ്ങനെ തന്നെ തീരുമാനിക്കാം. ശ്രീദേവി പറഞ്ഞതുപോലെ സഞ്ജു ഇന്ന് ഗോവിന്ദിനെ ഒന്ന് കണ്ട് കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്നുണ്ടാവണം. അല്ല, ലച്ചുവിന് എന്താ ഒരു വിഷമം പോലെ? എന്താ ഇനി മോളുടെ മനസ്സിൽ? ഇനി മോൾക്ക് ഗോവിന്ദുമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യം ഇല്ലാതായോ? ഈശ്വര, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. മോളെ, എന്താ മോളെ ഇവിടെ വന്നിരുന്ന് കരയാ? എന്താ മോളെ നിന്റെ മനസ്സിൽ? പറയാൻ പറ്റുന്നതാണെങ്കിൽ എന്നോട് പറയൂ. അപ്പൊ കുറച്ച് വിഷമമൊക്കെ മാറുമല്ലോ. ചില ദുർനിമിത്തങ്ങളുണ്ടായി, നിശ്ചയം മുടങ്ങുകയും ചെയ്തു. അതൊന്നും കാര്യമാക്കാനില്ലെന്നേ. ഗോവിന്ദനിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ. ഗോവിന്ദനെ ദൈവം കാത്തു, അതല്ലേ വലിയ കാര്യം. ഞാനിപ്പോ അതല്ല അമ്മേ ചിന്തിക്കുന്നെ. പിന്നെന്താ മോളെ നിന്റെ മനസ്സിലുള്ള? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.